അഭിഭാഷകന്റെ വാഹനത്തിൽ ജാമ്യം ലഭിച്ച ശേഷം ഷൈൻ ടോം ചാക്കോ മടങ്ങുകയാണ്. യാതൊരുവിധ പ്രതികരണവും ഷൈന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. നേരെ സ്റ്റേഷന് പുറത്തിറങ്ങുന്നു. വാഹനത്തിൽ കയറി പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഹരി കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഷൈൻ പുറത്തേക്ക് പോയിരിക്കുകയാണ്. യാതൊരുവിധ പ്രതികരണവും ഷൈൻ ടോം ചാക്കോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇനിയും തുടർ നടപടികൾ ഉണ്ടാകും. ചോദ്യം ചെയ്യലിന് ഹാജരാകണം. അവിടെ വിവരങ്ങളുമായി ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ബിനിൽ, ഷൈൻ ടോം ചാക്കോയിൽ നിന്നൊരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നോ? മാതാപിതാക്കളുടെ ജാമ്യത്തിലാണ് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളുടെ വലിയ നിര അവിടെ ഉണ്ടായിരുന്നു. ഷൈൻ്റെ പ്രതികരണം ഒരുപക്ഷെ ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് ഷൈൻ ടോം ചാക്കോ. പക്ഷേ മാധ്യമങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. പോലീസ് വഴിയൊരുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഷൈന് വാഹനത്തിലേക്ക് കയറാൻ. അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ അഭിഭാഷകന്റെ വാഹനത്തിലാണ് രാവിലെ എത്തിയത്. ആ വാഹനത്തിൽ തന്നെ ഇപ്പോൾ മടങ്ങുകയാണ് ഷൈൻ ടോം ചാക്കോ. നോർത്ത് പോലീസ് സ്റ്റേഷനിലെ തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. നമുക്കിപ്പം ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, യാതൊരുവിധ പ്രതികരണവും ഇല്ലാതെയാണ് ഷൈൻ പുറത്തേക്കിറങ്ങി അഭിഭാഷകന്റെ കാറിൽ പോയത്. നമ്മൾ ആ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നോ? എന്തായാലും ഇപ്പോൾ നിലവിൽ പ്രതികരണങ്ങളൊന്നും നൽകാതെയാണ് ഷൈൻ ടോം ചാക്കോ പോയിരിക്കുന്നത്. മാധ്യമങ്ങളോട് രാവിലെ മുതൽ ഷൈൻ ടോം ചാക്കോ ഒന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല. നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു എന്തിനായിരുന്നു ഈ ഓട്ടം എന്നത്. പോലീസിന് മുന്നിൽ പറഞ്ഞ ന്യായവാദങ്ങളൊന്നും പൊതുസമൂഹത്തോട് എന്തായാലും ഷൈൻ ടോം ചാക്കോ പറഞ്ഞിട്ടില്ല. ഷൈൻ ടോം ചാക്കോയുമായി രാവിലെ അഭിഭാഷകരാണ് ഇങ്ങോട്ട് എത്തിയത്. അവർ തന്നെയാണ് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഷൈനുമായി തിരികെ പോവുകയും ചെയ്തിരിക്കുന്നത്. ഷൈന്റെ സുഹൃത്തുക്കളടക്കം ചിലർ കൂടി ഈ സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഷൈന്റെ ജാമ്യ വ്യവസ്ഥകളിൽ ഒപ്പിട്ടിരിക്കുന്നത് അച്ഛനും അമ്മയുമാണ്. അച്ഛനും അമ്മയും സഹോദരനും സ്റ്റേഷനിലെത്തിയിരുന്നു. പക്ഷേ അവർക്കൊപ്പമല്ല ഷൈൻ ടോം മടങ്ങിയിരിക്കുന്നത്. അഭിഭാഷകർക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം തന്നെയാണ് മടങ്ങിയിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ എവിടെയെന്നത് വീട്ടുകാർക്ക് പോലും അറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് അവർ അവകാശപ്പെടുന്നത്. ഏതാണ്ട് അത് നമ്മൾ ഇപ്പോൾ വിശ്വസിക്കേണ്ടി വരും. കാരണം ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും മാതാപിതാക്കൾ വന്ന് ഇവിടെ ജാമ്യ വ്യവസ്ഥകൾ ഒപ്പിട്ട് നൽകിയെങ്കിലും അദ്ദേഹം കുടുംബത്തോടൊപ്പമല്ല മടങ്ങിയിരിക്കുന്നത്, സുഹൃത്തുക്കൾക്കൊപ്പമാണ് മടങ്ങിയിരിക്കുന്നത്. എങ്ങോട്ടേക്ക് എന്നത് ഇപ്പോഴും വ്യക്തവുമല്ല. എന്തായാലും ഇനി വീണ്ടും ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയ ശേഷമാണ് ഷൈൻ ടോം ചാക്കോയോട് എറണാകുളം നോർത്ത് പോലീസ് തിരികെ പോകാൻ അനുമതി നൽകിയിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥകൾ ഇനി ഷൈൻ ടോം ചാക്കോ പാലിക്കുകയും വേണം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് പോകാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. എപ്പോഴാണ് ഈ അടുത്ത ചോദ്യം ചെയ്യൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ ബിനിൽ? ഷൈൻ ടോമിന് ഒരു ഒഴിവുള്ള ഒരു ദിവസം പറയാനാണ് ആദ്യമേ പോലീസ് ആവശ്യപ്പെട്ടത്. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായി ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം മതി ഷൈൻ ടോമിനെ ചോദ്യം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഷൈൻ ടോമിന് കൂടി സൗകര്യപ്രദമായ ഒരു ദിവസം പറയാനാണ് അവർ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നോട്ടീസാണ് പുതുതായി നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്നു. തീയതി അടക്കം നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാകുകയും ചെയ്യും. എന്തായാലും ഷൈൻ ടോം ചാക്കോയെയും ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാളെയും വീണ്ടും വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയെയും ഒപ്പമുള്ളയാളെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഷൈൻ ഉൾപ്പെടെ 2 പ്രതികളാണ് ഈ കേസിലുണ്ടായത്. അന്ന് മുറിയിലുണ്ടായിരുന്നയാളാണ് രണ്ടാമത്തെ പ്രതിയായി ഈ കേസിൽ ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഷൈന് കഴിയുന്ന ഒരു ദിവസം എന്ന നിലയിൽ പോലീസ് അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു. വിവരങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. പ്രാഥമികമായി അറിയേണ്ട കാര്യങ്ങളെല്ലാം ഷൈനിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ FIR ഇടാൻ പാകത്തിൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് FIRലും വ്യക്തമാക്കുന്നുണ്ട്. ലഹരി ഉപയോഗത്തിന് വേണ്ടിയും ലഹരി ഇടപാടിന് വേണ്ടിയുമാണ് ഹോട്ടലിലേക്ക് ഇരുവരും എത്തിയത്. മുറിയിൽ മുട്ടി വിളിച്ചു. ഷൈനെ തിരഞ്ഞു വന്നതല്ല, സാധാരണ പരിശോധനകൾക്കായി എത്തിയതാണ്. പക്ഷേ മുറിയിലുണ്ട് എന്ന് മനസ്സിലാക്കി മുട്ടി വിളിച്ചപ്പോൾ കതക് തുറന്നില്ല, ജനാല തുറന്ന് അതുവഴി ചാടി രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന റൂംമേറ്റുമായി സംസാരിച്ചു. അയാൾ ഇക്കാര്യങ്ങളൊക്കെ സമ്മതിച്ചു. ഇപ്പോഴത്തെ ഷൈനും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമ്മതിച്ചു എന്ന തരത്തിലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വരുന്നത്. FIRൽ അക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം 2 ആഴ്ചയായി ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് ഷൈൻ പോലീസിനോട് പറഞ്ഞതായും അവിടെ നിന്ന് വിവരങ്ങൾ ചോദ്യം ചെയ്യലിൻ്റെതായ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടുമില്ല.